ബ്രോഡ്വേയിൽ നിന്നുള്ള വീഡിയോസൊക്കെ കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് ഈ ടേബിൾ ക്ലോത്തിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ, ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്ത പോലെ എൻ്റെ ത്വര അങ്ങ് തീരുന്നില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടിന് ടേബിൾ റണ്ണർ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ അപ്പോൾസ്ട്രി ഷോപ്പിൽ കയറിയത്. ദ അവൻ എന്ന് പറഞ്ഞ ബേക്കറിയില്ലേ ബ്രോഡ്വേയുടെ അവിടെ, അതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഷോപ്പായിരുന്നു. പേരെനിക്കറിയില്ല. ഒരുപാട് റോൾസ് ഓഫ് ഇങ്ങനത്തെ തുണി ടേബിൾ മാറ്റുകൾക്ക് റോളുകളായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ടേബിൾ റണ്ണറിന് പറ്റിയ തുണികൾ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അവർ ഈ തുണി കാണിച്ചു തന്നത്. ഞാൻ ഈ ഡൈനിങ് ടേബിളിൽ വിരിച്ചേക്കുന്ന തുണി. അപ്പം അങ്ങനെ നോക്കി വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്. ആക്ച്വലി വൈറ്റ് ഇസ് എ റിസ്കി കളർ. നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് മുറിച്ച് തരാം, കറക്റ്റായിട്ട് മുറിച്ച് തരാമെന്ന്. അപ്പോൾ എൻ്റെ വീട്ടിലെ ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞാൽ 4 സീറ്റ് റൗണ്ട് ഡൈനിങ് ടേബിളാണ്. അതിനനുസരിച്ച് അവർ മുറിച്ച് തരാമെന്ന് പറഞ്ഞു. ഇത് 1.5 മീറ്റർ ഉണ്ട്. 1.5 മീറ്റർ 310 റുപ്പീസാണ് ആയത്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ചൂടുള്ള പാത്രങ്ങൾ വെക്കാൻ കുറച്ച് റിസ്ക്കിയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിനോട് തന്നെ മാച്ച് ചെയ്ത് പോകുന്ന ടേബിൾ മാറ്റും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. 6 സെറ്റിന് 500 റുപ്പീസായിരുന്നു. നല്ല ഭംഗിയില്ലേ ഇത് കാണാനായിട്ട്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് വീട്ടിലൊരു ചെറിയൊരു ടീപ്പോയ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ടീപ്പോയ്ക്കും കൂടി ഒരു ടേബിൾ ക്ലോത്ത് മേടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അതും വൈറ്റ് തന്നെയാണ്. പക്ഷേ എനിക്കെന്തോ ഈ തുണിയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് 1/2 മീറ്റർ ആയിരുന്നു. ഞാൻ പറഞ്ഞപ്പോഴേക്കും അവർ കറക്റ്റായിട്ട് തന്നെ മുറിച്ചു തരുന്നു. 1/2 മീറ്റർ മതി എന്ന് പറഞ്ഞു. 1/2 മീറ്റർ 110 രൂപയായിരുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.